ഇപ്രാവശ്യത്തെ വീക്കെൻഡ്സ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ട് അമ്പലങ്ങളിലൊക്കെ പോയി. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി പൂനെയിലെ. നല്ല കിടിലം കിട്ടും. നമ്മുടെ ഒരു ശബരിമല മോഡലൊക്കെ ഉള്ളൊരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി. പിന്നെ ഗുരുവായൂർ അമ്പലം പൂനെയിലെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. മുരുകൻ്റെ അമ്പലത്തിൽ പോയി. അങ്ങനെ എല്ലാം ഇങ്ങനെ മലമുകളിലും ഒക്കെ കേട്ടോ. അപ്പോൾ അടിപൊളി വൈബിലാണ് അമ്പലങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി. ഞങ്ങൾ ശരിക്കും വേറെ പ്ലാനായിരുന്നു സൺഡേ, പക്ഷെ ആ പ്ലാൻ നടന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ വേറെ കുറച്ച് അമ്പലങ്ങളിലാണ് അവസാനം എത്തിച്ചേർന്നത്. എന്തായാലും എല്ലാം നല്ല അടിപൊളി വൈബുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് എന്തായാലും പറഞ്ഞത് ഉളുക്കലല്ല, ഒരു ഇതായി. അപ്പം ഞാൻ ഇങ്ങനെ മുണ്ടിയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും കുറച്ചൊരു ആശ്വാസം പോലെ ഉണ്ട് കാലിന് കുറച്ച് സ്ട്രെയിൻ ആയിട്ടിരിക്കുക. കാരണം നമ്മൾ ഹോളി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാലൊന്ന് സ്ട്രെയിൻ ആയിപ്പോയി. എന്തായാലും നമ്മളിങ്ങനെ കുന്നൊക്കെ കയറി മലകളിലൊക്കെ കയറി കേട്ടോ. കാലൊക്കെ സ്ട്രെയിൻ ആയിട്ടിരിക്കുമായിരുന്നെങ്കിലും നമുക്ക് പോകാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കും. പിന്നെ ഈ മുരുകൻ്റെ അമ്പലത്തിൽ പോയപ്പോഴത്തേനും നമുക്ക് അവിടുന്ന് പ്രസാദം കിട്ടി കേട്ടോ. ശർക്കര പൊങ്കലും കിട്ടി. പിന്നെ തൈര് സാദം. എൻ്റെ ദൈവമേ, തൈര് സാധനത്തിന് നമ്മൾ വീട്ടിൽ വെക്കുന്ന തൈര് സാദനത്തിന് ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. എൻ്റെർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളി ഇങ്ങനെ ഞാനിങ്ങനെ കാല് വയ്യെന്നുള്ളത് ആരും കാണിക്കാതെ ഉള്ളൊരു അഭിനയത്തിലുള്ള നടപ്പായിരുന്നു ഇപ്പോൾ കണ്ടതിപ്പം. നല്ലൊരു വൈബുള്ള ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇത് മുരുകൻ്റെ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂനെയിലെ ഗുരുവായൂർ അമ്പലത്തിലും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ ഗോശാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെറൈറ്റി പശുക്കളൊക്കെ ഉള്ളൊരു ഗുരുവായൂർ അമ്പലത്തിൽ നമ്മളിത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ എല്ലാം കൊണ്ടുപോകുന്നത് നമ്മുടെ ഇവിടെ പൂനെയിലെ മല്ലു ഫ്രണ്ട്സാണ് കേട്ടോ. അവർ പോയ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. നമ്മളെക്കാളും കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അവർ. ഇത് നമ്മുടെ പൂനെയിലെ ഗുരുവായൂർ അമ്പലമാണ്. ഇവിടെ കണ്ട തേരൊക്കെ കിടപ്പുണ്ട്. പിന്നെ കുട്ടികളിങ്ങനെ മഞ്ചാടി, 2 കുട്ടികളിങ്ങനെ മഞ്ചാടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങളിങ്ങനെ നല്ല ഒരു വൈബുള്ളൊരു അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ നന്നായിട്ട് തൊഴുതു. പിന്നെ ഗോശാലയിലൊക്കെ പോയി. എന്തോ വെറൈറ്റി, എനിക്കങ്ങനെ പറയാനറിയില്ല, പക്ഷെ എന്തോ വെറൈറ്റി ഇനം പശുക്കളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഒരു പശു ഭയങ്കര പാവമായിരുന്നു. ബാക്കി പശുക്കളായിരുന്നു കുറച്ച് അഗ്രസീവ് ടൈപ്പ് ഓഫ് പശുക്കളായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ കയറി. ലൈറ്റായിട്ടൊരു ഡിന്നറൊക്കെ കഴിച്ചു. നാളെ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പിന്നെ വീട്ടിലൊക്കെ വന്നപ്പോൾ ഒരു 10-10:30 ആയി എല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ റൊട്ടിയും ചോറും, ഞാൻ ചോറിൻ്റെ ആളാട്ടോ, റൊട്ടി കുറവാണ്. എനിക്ക് വേണ്ടി മാത്രം ചോറ് ഓർഡർ ചെയ്തു, ഒക്കെ കഴിച്ചു. കുട്ടിയൊക്കെ ഇഷ്ടമുള്ള സൂപ്പൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ നിർബന്ധമായി എടുത്തിരിക്കേണ്ട 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. അതിനിവിടെ നല്ല രസമുണ്ട്, ഈ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നതൊക്കെ. ഞാൻ ചുമ്മാതെ ഒന്ന് നടന്നേക്കാമെന്ന് വിചാരിച്ചു, വെറുതെ. കാലൊക്കെ ഇപ്പോഴത്തേനും കുറച്ച് ശരിയായി. പിന്നെ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ വന്നു. ഇത് പിന്നെ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അവിടെ നല്ല ഗ്രീനറീസ് ഉണ്ട്. ഇത് പിന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചെടുത്ത ഫോട്ടോയാണ്. പൂനെയിലെ ഗുരുവായൂർ അമ്പലം കേട്ടോ. എല്ലാ അമ്പലവും നമുക്ക് നാട്ടിലെ ഫീൽ തരുന്ന അമ്പലങ്ങളായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ഇനി വീണ്ടും ഞാൻ എന്തായാലും ഈ സ്ഥലങ്ങളൊക്കെ പോകും. ഞങ്ങൾക്ക് നല്ല അടിപൊളി മെമ്മറീസാണ് കിട്ടിയത്. ഒത്തിരി സന്തോഷമുള്ള ധാരാളം മെമ്മറീസ്. അങ്ങനെ ഈ വീക്കെൻഡും ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലത്തേക്കുള്ള ഇനി ഒരാഴ്ചത്തേക്കുള്ള എനർജി ഈ യാത്രകളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ചു. ബൈ.